السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. വന്യരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, മറ്റ് സഹോദരന്മാരെ, സാക്ഷാൽ ദീനായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ മഹത്തായിരിക്കുന്നൊരു സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുത്തനാശയക്കാരുടെ അവർ സാധാരണ പറയുന്ന ചില വാദങ്ങൾ 3/4 നൂറ്റാണ്ടിൻ്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ അർപ്പിച്ച സേവനങ്ങളുടെ വലുപ്പം മനസ്സിലാകും. ഒന്നെന്താണ്, വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്ക് അജ്ഞാതമായിരുന്നു. അത് പ്രകാരം തന്നെ നബിചര്യ എന്തെന്ന് മുസ്ലിമീങ്ങൾക്ക് അറിയില്ല. ഫാതിറ പ്രസംഗങ്ങളിലൂടെ കേട്ടുവന്ന കെട്ടുകഥകൾ മാത്രമായിരുന്നു അവരുടെ മതവിജ്ഞാനം. പള്ളികളിൽ അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ദർഗകളിൽ അവർക്ക് വിലക്കില്ല. മുസ്ലിം സമൂഹത്തെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന മുജാഹിദുകൾ. ഇങ്ങനെയുള്ള ചില അവകാശവാദങ്ങളാണ് അവർ സാധാരണ യോഗങ്ങളിലും അവർക്കുള്ള പ്രവർത്തനങ്ങളിലുമെല്ലാം അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ 3/4 നൂറ്റാണ്ടിൻ്റെ പ്രവർത്തനം കൊണ്ട് പല ജാതി അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് മുജാഹിദ് വിഭാഗം ഇവിടെ പ്രവർത്തിച്ചത്, ഇവിടെ പ്രചരിപ്പിച്ചത്. ആദ്യമായി മറ്റൊരു വാദം അവർക്ക് രോഗം വന്നാൽ നൂലും മന്ത്രവും വൈക്കല്ലവും ഒരളവ് വരെ അവസാനിപ്പിച്ചു. ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കുമുള്ള തീർത്ഥാടനം അനിസ്ലാമികം. ഇങ്ങനെയുള്ള കുറേ അസംബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രചരിപ്പിച്ചു വരുന്നതും സംസാരിച്ചു വരുന്നതും. ഖുർആനും സുന്നത്തും ഇവിടെ പഠിപ്പിച്ചത് അവരാണ് എന്നാണ് അവർ വാദിക്കുന്നത്. ജനങ്ങൾക്ക് ഖുർആൻ ഹദീസ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവർക്കത് ശരിക്ക് അറിയുമോ എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുകയുണ്ടായി, ഇന്നൽ ഹലാല ബയ്യിനുൻ. ഖുർആൻ ഹദീസിൽ നിന്ന് കുറേ ഹലാലുകൾ വളരെ വ്യക്തമാണ്. വഇന്നൽ ഹറാമ ബയ്യിനുൻ. കുറേ ഹറാമുകളും ഖുർആൻ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. വബൈനഹുമാ മുസ്തബിഹാത്തുൻ. അത് രണ്ടിൻ്റെയും ഇടയിൽ ധാരാളം അവ്യക്തമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. അധിക ആളുകൾക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇമാം ബുഖാരി മുസ്ലിം ഏകോപിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ പറഞ്ഞതിന്റെ ചുരുക്കം, ഖുർആൻ ഹദീസിൽ നിന്ന് കുറേ ഹലാലും ഹറാമും വ്യക്തമാണ്. അതിൻ്റെ ഇടയിൽ ധാരാളം അവ്യക്തമായ കാര്യങ്ങളുണ്ട്. അത് അധിക ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അതൊക്കെ നാടന്മാരായ ആളുകൾക്ക് അവർ പഠിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ ഹദീസ് അനുസരിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 4 മദ്ഹബ് സ്വീകരിച്ചേ പറ്റൂ. ഈ ഹദീസ് അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. ധാരാളം ആളുകൾക്ക് അത് അറിയില്ല. ഭൂരിപക്ഷം ആളുകൾക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇവര് ഖുർആൻ ഹദീസ് പഠിപ്പിച്ചു, അവർ പഠിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് വെറും ഒരു അർത്ഥശൂന്യമായിരിക്കുന്ന ഒരു വാദമാണ്. അവരാ പഠിപ്പിക്കൽ കൊണ്ടും അവർ മനസ്സിലാക്കുന്നത് കൊണ്ടും യഥാർത്ഥ ഖുർആൻ ഹദീസ് മനസ്സിലാക്കാൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഹദീസ് അംഗീകരിച്ച് ജീവിക്കുന്നത്. ഖുർആന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയ അർത്ഥമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അതിൻ്റെ വിശദീകരണമാണ് ഹദീസു ശരീഫ്. അപ്പം ഏതെങ്കിലും രീതിയിൽ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ടാണ് അവരിവിടെ പ്രചരിപ്പിക്കുന്നത്.
അവർക്കുള്ള ആ മനസ്സിലാക്കൽ കാരണമായി മരണപ്പെട്ടു പോയ പല മഹാന്മാർ, പല സാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ, ഔലിയാക്കൾ അവരൊക്കെ മുശ്രിക്കുകളാണ് എന്നാണ് അവർ വാദിക്കുന്നത്. അവരൊക്കെ മരിച്ച ആളുകളെ വിളിച്ചുപോയി, മരിച്ച ആളുകളെ വിളിച്ചുകൊണ്ട് അപേക്ഷിച്ചു. അതുകൊണ്ട് ഇവിടെ വന്ന മുക്കാലരക്കാൽ മഹാന്മാരും കാഫിറാണ്, മുശ്രിക്കുകളാണ് എന്നാണ് അവരുടെ വാദം. ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പോലത്തെ വാക്യങ്ങൾക്ക് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവര് ഇങ്ങനെയുള്ള മഹാന്മാരെ, ലക്ഷക്കണക്കിൽ മഹാന്മാർ കാഫിറാണെന്ന് പറയുന്ന വളരെയധികം പിഴച്ചൊരു പാർട്ടിയാണവർ. ഖുർആൻ ഹദീസ് പിടിച്ച് ജീവിക്കണമെങ്കിൽ നാലാലൊരു മദ്ഹബ് സ്വീകരിച്ചേ ഇന്ന് പറ്റുകയുള്ളൂ. അതിൽ ഏറ്റവും മഹാനായ ഒരു ആലിമിനെയാണ് നമ്മുടെ നാടുകളിലെല്ലാം അംഗീകരിച്ചു വരുന്നത്. അതായത് ഇമാം ഷാഫി തങ്ങൾക്കുള്ള മദ്ഹബാണ്. അത് നമ്മൾ പുണ്യനബി എന്നെ സൂചിപ്പിക്കുന്നത് സയഅ്തി ഫീ ഉമ്മത്തി ആലിമുൻ ഖുറശിയ്യുൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. എൻ്റെ ഈ സമൂഹത്തിൽ വരുന്നുണ്ട് ഒരു ഖുറൈശി പണ്ഡിതൻ. യംലഉ തിബാഖൽ അർളി ഇൽമൻ, ലോകം ഒട്ടുക്ക് ഇൽമ അദ്ദേഹം നിറക്കും. അവർക്കെല്ലാം പുണ്യനബിയിലേക്ക് എത്തുന്ന സിൽസിലയുണ്ട്. ഇമാം ഷാഫി തങ്ങൾ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അൻസ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് ഖുർആൻ ഹദീസ് പഠിച്ചു. മാലിക് റളിയല്ലാഹു അൻഹു നാഫിഇൽ നിന്ന് പഠിച്ചു. നാഫി റളിയല്ലാഹു അൻഹു ഇബ്നു ഉമറിൽ നിന്ന് പഠിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചു. ഇങ്ങനെ പുണ്യനബിയിലേക്ക് ചേരുന്ന സിൽസിലയുള്ള മഹാന്മാർ പറയുന്ന അർത്ഥമേ ഖുർആന് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള ഇമാം ഷാഫിയെയും മഹാനവറുകൾക്കുള്ള മദ്ഹബിനെയും പുച്ഛിക്കുന്നവരാണ് പുത്തനാശയക്കാർ. അത് അവർക്ക് വലിയൊരു അപകടം തന്നെ വരുത്തി വെക്കുമെന്ന് ഹദീസു ശരീഫ് പഠിപ്പിക്കുന്നുണ്ട്. മൻ യുരിദ് ഹവാന ഖുറൈശിൻ അഹാനഹുല്ലാഹ്. ഒരു ഖുറൈശിയെ നിസാരപ്പെടുത്താൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അല്ലാഹു തആല അവനെ നിസാരപ്പെടുത്തിയേ നിൽക്കൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾക്കുള്ള ഉമ്മ പരമ്പര നോക്കുകയാണെങ്കിലും മഹാനവറുകൾ അസ്ദ് ഖബീലയിൽപ്പെട്ട ആളാണ്. അൽ അസ്ദു അസ്ദുല്ലാഹി ഹദീസിൽ വന്നുകൾ. അസ്ദ് ഖബീല അല്ലാഹുവിന്റെ സൈന്യമാണ് അവർ. ബിൽ അർളി യുരീദുന്നാസു അൻ യളഊഹും. പൊതുവെ ചില വിവരമില്ലാത്ത ആളുകൾ ഇവരെ താത്തിക്കെട്ടാൻ ഒരുമ്പെടുന്നു. വയഅബല്ലാഹു ഇല്ലാ അൻ യർഫഅഹും.